അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റിംഗ് ക്ലാസ്സിന് പോവുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും CMD BP ചേർന്ന് നടത്തുന്ന മാർക്കറ്റിംഗ് എന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ തൃപ്പൂണിത്തറ FACTയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തലേന്ന് 2 മണിക്കായിരുന്നു എനിക്ക് നാടകം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞു. അവിടെ നേരെ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് ഉറങ്ങാതെ 6:50 മെമുവിനകത്തിൽ കയറി. അപ്പോൾ ഒന്നൊരു അരമണിക്കൂർ ഞാൻ കഷ്ടിച്ചിറങ്ങി കാണും. എൻ്റെ തന്നെ കൂർക്കമ്പലി കേട്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഞെട്ടി ഉണർന്നു. അതിന് ശേഷം പിന്നെ എനിക്ക് ഉറങ്ങാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് FACTയിൽ അകത്തേക്കുള്ള വഴിയാണ്. ഏകദേശം 4 കിലോമീറ്റർ ഉള്ളിലോട്ട് സഞ്ചരിച്ചു. അപ്പോൾ അമ്പലമേട് ഹൗസിലാണ് ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത്. അകത്തേക്ക് കുറേ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർമി സെക്യൂരിറ്റിയൊക്കെയാണ് അവിടെ സെക്യൂരിറ്റി ഗേറ്റിൽ. അപ്പോൾ നമുക്കൊരു ഡാമും കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാം. അപ്പോൾ നമ്മുടെ അമ്പലമേട് ഹൗസിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഒരു ദ്വീപിൻ്റെ നടുക്കാണ് ഈ അതിസുന്ദരമായിട്ടുള്ള ഈ അമ്പലമേട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെന്നതിന് ശേഷം 10 മണിക്കായിരുന്നു മീറ്റിംഗ്. ഞാൻ 10 മണിക്ക് തന്നെ അവിടെ ചെന്നു. കുറേ അധികം ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ 10 മണിക്ക് ഞാൻ ചെന്നപ്പോഴും കുറേ അധികം പേര് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെളിയിലേക്കൊന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി തിരിച്ച് ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. BPയുടെ ചെയർമാനായിട്ടുള്ള സാറ് അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സുനിൽ പ്രഭാകർ എന്ന മാതൃഭൂമി പത്രത്തിലൊരു കൺസൾട്ടൻ്റാണ് ഞങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് ക്ലാസ്സിലെടുത്തത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോയി. ഉച്ചയ്ക്ക് ഫുഡിനായിട്ട് നല്ല കിടുക്കൻ ചോറും ചിക്കൻ ഫ്രൈയും മീൻ കറിയും അവിയലും തോരനും പിന്നെ അതിനെല്ലാം ശേഷം ഐസ്ക്രീമുമായിരുന്നു. അപ്പം ഞാൻ ഒരു 4 മണിയായപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാഞ്ഞിട്ട് 5 മണിയായതുകൊണ്ട് ക്ലാസ് അങ്ങനെ ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ FACTയിലത്തെ റൂം. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കി. അപ്പം നമ്മുടെ അമ്പലമേട് ഹൗസ് ഇതാണ്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞാനിവിടെ തിരിച്ചു ചെന്നു. അപ്പോൾ അത് ചപ്പാത്തിയും അപ്പവും ചിക്കൻ കറിയായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും എൻ്റെ റൂമിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ഗോദാവരി എന്നാണ് പേര്. അപ്പോൾ ഈ കാണുന്ന കൊച്ചു റിഫൈനറിയാണ്. രാത്രിയിൽ ഞാൻ ദൂരെ തീ ഇങ്ങനെ പടർന്ന് കത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ ആലോചിച്ച് പിറ്റേ ദിവസമാണ് മനസ്സിലായത് കൊച്ചിൻ റിഫൈനറി തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലമേട് ഹൗസിൻ്റെ പല ഭാഗങ്ങളിലുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. അപ്പോൾ കെട്ടി സംരക്ഷിച്ചിട്ടുള്ള കുറച്ച് വൃക്ഷങ്ങളൊക്കെ കാണാം. നമുക്ക് ഇരിക്കാൻ പാകത്തിന് മനോഹരമായിട്ടാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. MKK നായർ എന്ന വ്യക്തിയാണ് ഈ 1970 വന്നിട്ടുള്ള ഈ FACTയുടെ പിന്നിൽ. അദ്ദേഹം ഫസ്റ്റ് ബാച്ച് ഓഫ് IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിനായിട്ട് എത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ 2ാമത്തെ ദിവസത്തിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ചെന്നു. ഇന്ന് മട്ടൻ ബിരിയാണി ആയിരുന്നു. സൂപ്പർ മട്ടൻ ബിരിയാണിയും അതേപോലെ സലാഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് ശേഷം ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. അപ്പം ഞാൻ പരിചയപ്പെട്ട ഒരു സ്ഥാപനത്തിലെ കുറച്ച് ചേട്ടന്മാരാണ്. അപ്പോൾ ഇവരായിരുന്നു 2 ദിവസം എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ ചങ്ങാതിമാർ. സത്യം പറഞ്ഞാൽ എനിക്ക് പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്തും ചോദിച്ചില്ല. പക്ഷേ ഞങ്ങൾ അത്യാവശ്യം കമ്പനിയായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി ഇപ്പോൾ ടീ ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എൻ്റെ കൂടെ അപ്പോൾ ഇരുന്നിരുന്ന ചേട്ടന്മാർ എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് 2 ദിവസത്തെ അമ്പലമേട് ഹൗസിലത്തെ താമസം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാം അടുത്ത ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം അവർ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ച് അമ്പലമേടിൻ്റെ കാട് പോലുള്ള റോഡുകളിൽ കൂടി തിരിച്ച് യാത്ര തുടർന്നു. അപ്പോൾ അമ്പലമേട് ഹൗസ് നമുക്കിപ്പോൾ പാലത്തിന് മുകളിൽ നിന്ന് കാണാം. ഒരു ദ്വീപിന് ചുറ്റും വെള്ളമാണ്. ഒരു ദ്വീപിലാണ് അപ്പോൾ അമ്പലമേട് ഹൗസ് നിൽക്കുന്നത്. കാട്ടുപോത്താണെന്ന് തോന്നി. ഞങ്ങൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് റെയിൽവേയിൽ ചെന്നു. അപ്പോൾ തനിയെ ഒരു ടിക്കറ്റ് എടുക്കുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഈ തിരക്കോട് കൂടി ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നന്ദി.